ഇതാണ് ഇന്നത്തെ ലോഡ്. ഈ ലോഡ് എടുക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ടാണ് ഇപ്പം ഇന്ന് ലോഡ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഇതാണ് ഇവിടുത്തെ റോഡുകൾ. ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഇവിടെ ഇത്രയും നാളും ജോലി ചെയ്ത ആൾക്കാർക്ക് ഞാൻ പറയണില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് ഓൾറെഡി അറിയാം എല്ലാവർക്കും. ഇതാണ് ഇവിടുത്തെ റോഡുകൾ. കണ്ട, ഇത്രയും നമ്മൾ ഹൈവേ ഒന്നല്ല, വീടുകളൊക്കെ റോട്ടിലാണ് നിൽക്കുന്നത്. അതിനിടയിൽ കൂടെ ഇതേപോലെ സൈക്കിളുകൾ വരും, കാറ് വരും, ചിലപ്പോൾ ഇതേപോലത്തെ വണ്ടിയും വരും. അപ്പോൾ ഈ വണ്ടികളൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ ഓടിക്കണം. എല്ലാവരും പറയുന്നുണ്ട് കുഴപ്പമില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇവിടെ കമ്പനി പഠിപ്പിച്ചു തരും, അതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, കമ്പനി പഠിപ്പിച്ചു തരൽ കണക്ക് തന്നെ. ഇത് നമ്മൾ പുറകിൽ ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്, അവരൊന്നും കയറ്റി വിട്ടാലേ പിന്നെ നമുക്ക് തലവേദന ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവരെ ഞാൻ കയറ്റി വിടാൻ വേണ്ടി ഇവിടെ സൈഡാക്കിയതാണ്. അപ്പോൾ രണ്ട് വണ്ടി അവർ കയറിപ്പോയി, അല്ലെങ്കിൽ ചെറുവണ്ടിക്കാർ ഇങ്ങനെ പുറകെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അത്ര സ്പീഡിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ കയറ്റി വിടും. ഇങ്ങനെ പതുക്കെ ഇറങ്ങി പോകണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഇറക്കണം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഇടാം. ഇതിലും വലിയ ഇറക്കിറങ്ങി വന്നത് അത് ഞാൻ വേറെ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം നമ്മളുടെ വീഡിയോയിൽ ഇങ്ങനെയുള്ള സാഹസികതകൾ നിറഞ്ഞ കണ്ട, ഇതൊക്കെ വലിയ കുത്തനെയുള്ള ഇറക്കങ്ങളാണ്. ഇറക്കമല്ല പ്രശ്നം, ഇവിടുത്തെ റോഡിന് വീതിയില്ല, വീതി വളരെ കുറവാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ശരിക്കും ഈ വണ്ടി പോകാനുള്ള വീതി ഉള്ളൂ, അതിൽ കൂടെയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ഇറ്റലിയിൽ നിന്നാണ് ഉള്ളത്. ഇറ്റലിയിൽ ഇന്നലെ വന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ കുഴപ്പമില്ല, യൂറോപ്പിലേക്ക് പോകാനായിട്ട് ചെറിയ ലൈസൻസ് ഉണ്ടെങ്കിലും വലിയ ലൈസൻസ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പനിക്കാർ പഠിപ്പിച്ചു തരും. അതൊക്കെ ശരി തന്നെ. പക്ഷേ കമ്പനിയിൽ വരുമ്പോൾ അവർ നമ്മളെ വേറൊരു ടീമിൻ്റെ കൂടെ വിടും. എന്നിട്ട് അവർ ടാക്കോലും ഓടണം, നമ്മളെ ടാക്കോലും ഓടണം. അപ്പം നമുക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞു തുടങ്ങിൽ കമ്പനി നമ്മളെ ടെർമിനേഷൻ ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ, അത് ഏത് കമ്പനിയാണ്, അത് ഏത് രാജ്യത്താണെന്നൊന്നും നമുക്കറിയില്ല. ഞാനിപ്പോൾ വന്ന് കണ്ടിടത്തോളം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ വരുന്നവർ ശരിക്കും ട്രെയിലർ ഓടിച്ച് പഠിച്ചതിന് ശേഷം വരിക. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഇല്ല, സ്വസ്ഥമായിട്ട് പണിയെടുക്കാം. അല്ലാണ്ട് ഞാനിപ്പോൾ വലിയ ഡ്രൈവറായിട്ട് പറഞ്ഞു തരുന്നതല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരാനാണ്. അപ്പം നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇവനാരാണ് തള്ളണം. അങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ പറഞ്ഞതിനെ കുറ്റാക്കിയിട്ട് പറയല്ല. അങ്ങനെയുള്ള കമ്പനികൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. കാര്യം ചില കമ്പനികൾ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ചിലപ്പോൾ ഡ്രൈവറൊക്കെ ആക്കുന്ന കമ്പനി ഉണ്ടാവും. അത് ഞാനിതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ കമ്പനിയിലൊക്കെ ഇതാണ് അവസ്ഥ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് പുതിയ ഡ്രൈവർ വന്നാൽ അവർ ഒരു ദിവസം ഈ ബെൽറ്റ് അടിക്കാനും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കൂടെ ഒരു 15 ദിവസം വിടും. ആ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇതേപോലെ എന്നിട്ട് അവരവരെ ട്രിപ്പ് വിട്ട് തരും. അപ്പോൾ ആ ട്രിപ്പും കൊണ്ട് നമ്മൾ എവിടെയെന്ന് വെച്ചാൽ പോയി ഇറക്കേണ്ടി വരും. ഇതണ്ട വണ്ടികൾ വരുന്ന നോക്കി, ഇവിടെ റോഡിലാണ് വീടുകളൊക്കെ നിൽക്കണത്. ഇതാണ് അവസ്ഥ. ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമുക്ക് നല്ല 8ന്റെ പണി കിട്ടും. ഇതിനു മുമ്പ് കുറേ വീഡിയോകൾ ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും പോരുന്നതിന് മുമ്പ് ഒരുപാട് വീഡിയോകളൊക്കെ ഇതുണ്ട്. അതൊക്കെ ഈ വളവൊക്കെ നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. ഇതിലിങ്ങനെ വളഞ്ഞ് പെട്ടെന്നൊക്കെ വണ്ടി വരുന്നത് പഴയ നമ്മുടെ നാട്ടിലത്തെ പോലെ ഓണടിക്കാനോ അതിനൊന്നും നടക്കില്ല. വണ്ടിയൊക്കെ വരുന്നത് വളരെ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും. അതിനിടയിൽ മാൻ ക്രോസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. മാനൊന്നും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ മാനുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം മാൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പുലി ഒട്ടകം അല്ല കാട്ടുപോത്തൊക്കെ വയ്ക്കുന്ന പോലെ ഇവരുടെ നാട്ടിൽ ഒട്ടകമല്ല മാനും കരടിയൊക്കെയാണ് ഞാൻ പലയിടത്തും ബോർഡുകൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് അനുഭവമൊന്നുമില്ല. നമ്മൾ ഈ കണ്ട് ഇപ്പം ഞാനിവിടെ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ കൂടെ വരുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഒരു ജ്യൂസ് കമ്പനിയിൽ ജ്യൂസ് കയറ്റാൻ പോയതാണ്. അവിടെ നിന്ന് അത്യാവശ്യം ജ്യൂസൊക്കെ കയറ്റി. ജ്യൂസ് കയറ്റാൻ ചെല്ലുമ്പോൾ നമ്മൾ തന്നെ കയറ്റണം, അല്ലാതെ അവിടെ നിന്ന് ആരും കയറ്റി തരില്ല. അവർ അവിടേക്ക് എത്ര ക്വാണ്ടിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് പറക്കി വെച്ച് തരും. ആ പറക്കി വെച്ച് തരുന്ന ജ്യൂസ് നമ്മൾ കയറ്റുക, നമ്മൾ തന്നെ ബെൽറ്റ് അടിക്കുക, നമ്മൾ തന്നെ അടയ്ക്കുക, പോവുക. ഇനി ചെല്ലുന്ന സ്ഥലത്തും ഇതന്നെ അവസ്ഥ. നമ്മൾ തന്നെ ഇറക്കണം. അവർ റാമ്പിൽ പിടിക്കുമ്പോൾ അവർ പറയും നമ്മളോട് ഇറക്കിക്കോളാൻ പറയും. ഇപ്പോൾ ആ വണ്ടി ഒരെണ്ണം അങ്ങോട്ട് പോയത് എൻ്റെ പുറകിൽ തട്ടിയാനായിരുന്നു. എന്നിട്ട് ഒരു ബൈക്ക് ഓടുമെങ്കിൽ ഇവന്മാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവും ഇതിൻ്റെ ഇടയിൽ കൂടെ. അത് ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെയൊക്കെ വീട് വെച്ച് താമസിക്കുന്നത് ഈ കൊടും കാടാണതേ. അല്ലാതെ ഇവിടെ കടകളോ ഒക്കെ വളരെ അപൂർവമാണ്. കടകളൊക്കെ ഉള്ളൂ. പിന്നെ റോഡൊക്കെ എന്തായാലും അടിപൊളി റോഡാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാട്ടിലത്തേലും നല്ല റോഡാണ്. പക്ഷെ സൈഡൊന്നുമില്ല. റോഡിൻ്റെ സൈഡിൽ വേറെ വീതിയോ നമുക്ക് ഒതുക്കി നിർത്താനോ ഒന്നും പറ്റില്ല. അതുപോലെ വണ്ടി നല്ല കണ്ടീഷനായിരിക്കണം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇവിടെയൊക്കെ വണ്ടി തിരിക്കേണ്ട ഒരു അവസ്ഥ വന്നാലത്തെ കാര്യം ഒന്ന് ആലോചിക്കേ. ഏത് ട്രെയിലറൊക്കെ തിരിക്കേണ്ടി വന്നാലത്തെ അവസ്ഥ അതുണ്ട. റോഡൊക്കെ നോക്കിയേ, ഇതിൻ്റെ അപ്പുറത്ത് കൊക്കയാ. ആ കൊക്കയിലും ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കോട്ടെ, ഇവിടെ ചിലപ്പോൾ പെട്ടെന്ന് വണ്ടി വരും. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ പോകുന്നത്. ഒരിക്കലും നമുക്കിവിടെ ഓണടിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഓണടിക്കാനിവിടെ മമ്ന. ഇവിടെ അതിനിടയിൽ ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. അതാ സൈക്കിളിന് ആൾക്കാർ പോകണമെങ്കിൽ നല്ല രസമായ സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ എല്ലാം ശരി തന്നെ. പക്ഷെ യൂറോപ്യൻ ജീവിതം ഇതൊക്കെയാണ്. നമ്മളിവിടെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തേലും കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യണേലും കൂടുതൽ പൈസ കിട്ടുന്നുണ്ടെങ്കിലും ആ പൈസയ്ക്കുള്ള പണി നമ്മൾ ഇവിടെ എടുക്കണം. അല്ലാതെ ചുമ്മാ വന്നു കഴിഞ്ഞിട്ട് വെറുതെ ഊടായ്പൊന്നും ഇവിടെ നടക്കൂല. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 30ആണ്. ഇതിൻ്റെ കുറച്ച് മുൻപായിട്ട് ടാറിങ് നടക്കുന്നുണ്ട്. ആ ടാറിങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ സ്പീഡ് ഇങ്ങനെ 30 ആക്കിയിരിക്കുന്നു തോന്നുന്നു. ഞാൻ നേരത്തെ വരുമ്പോൾ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ ടാറിങ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ ആയി. നാട്ടിലത്തെ പോലെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ റോഡ് ടാർ ചെയ്യാനായിട്ട്. ആകെ 2-3 പേരുള്ളൂ. അവരാണ് ഇവിടുത്തെ ഈ ടാറിങ് പരിപാടി ചെയ്യുന്നത്. ഇനിയിപ്പോൾ
ഇപ്പോൾ എനിക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരൊരു ഹെയർ പിൻ വളവ് ഇവിടെ വരാനുണ്ട്. ആ വളവ് തിരിഞ്ഞ് കയറണം. ഇതാണ് ആ വളവ് കേട്ടോ. ആ വളവ് തിരിഞ്ഞ് കയറേണ്ട കാര്യം നമ്മൾ വണ്ടി കയറും, പക്ഷെ അവിടെ നിന്ന് വല്ല വണ്ടി വന്നാലും നമുക്ക് പണി എട്ടിൻ്റെ കിട്ടും. അവർ നിർത്തി തന്നാൽ കുഴപ്പമില്ല. ഇതാണ് ആ വളവ് കണ്ട. ഇതൊരു ഹെയർ പിന്നാണ്. നമ്മളെ നാട്ടിൽ വയനാട് ചുരത്തിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹെയർ പിൻ വളവ്, അതുപോലത്തെ വളവുകളാണ് എല്ലാം. ഇവിടെ റോഡൊക്കെ അവർ ചെത്തിയിട്ടിരിക്കുകയാണ്. എന്താ ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡൊക്കെ ഇങ്ങനെ വണ്ടി കയറി പോവും. പക്ഷെ അവിടുന്ന് പുറകിൽ നിന്ന് ഭയങ്കര ലൈനായി എൻ്റെ പുറകിൽ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര പതുക്കെയാണ് പോണത്. എൻ്റെ 20-25 കിലോമീറ്റർ സ്പീഡുള്ളൂ. അവന്മാർ ഇത്തിരി സ്ലോ ആക്കി. കാര്യം എന്താ വെച്ചാൽ ഈ വണ്ടി പോകുമ്പോൾ ഭയങ്കര പൊടി അവർക്ക് വണ്ടിമേലേക്ക്. അത് കാരണം അവരൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. ഞാൻ പരമാവധി കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്. അവന്മാർക്ക് അല്ലെങ്കിൽ ദേഷ്യം വരും. ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല. ഇവിടുത്തെ നിയമം എല്ലാവരും അനുസരിക്കും. മറ്റുള്ള രാജ്യത്തെ പോലെ അല്ല. എല്ലാവരും കറക്റ്റായിട്ട് നിയമങ്ങളൊക്കെ പാലിച്ച് വണ്ടി ഓടിക്കുള്ളൂ. അതാണ് ഇവിടുത്തത്. ഇവിടെ കണ്ട റോഡ് പണി നടക്കണം ടണലിൽ. അപ്പോൾ രണ്ടാള് രണ്ട് സൈഡിൽ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരുത്തൻ സെൻറ്ററിൽ നിൽപ്പുണ്ട്, ഒരാള് അപ്പുറത്ത് നിൽപ്പുണ്ടാവും. അപ്പോൾ അവർ ഈ ടണലിൽ ഇപ്പോൾ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി നിൽക്കണതാ. അതുകൊണ്ടാണ് കണ്ട ആ സൈഡിൽ വണ്ടി ബ്ലോക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഭയങ്കര അക്കാര്യത്തിലൊക്കെ പക്ക ഡീസൻ്റാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാ വണ്ടിയും സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ഇനി അവിടെ നിന്നുള്ള വണ്ടികളെല്ലാം വന്നു കഴിയുമ്പോൾ ഈ വണ്ടികൾ വിടും. എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെ നടക്കുള്ളൂ. അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയയാണിത്. നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ ഇറങ്ങുന്നത് ഒരു കണക്കിനാണ് ഇത് ഇറങ്ങുന്നത്. അത്രയും വലിയ ഇറക്കമാണ്. RPM ഒക്കെ കയറി പോണം. വണ്ടിയുടെ നേരപ്പുണ്ടാക്കി ഞാൻ റിട്ടാർഡറൊക്കെ ഇട്ട് അടിച്ചിട്ടാണ് പോണട്ടാ. ഫുള്ളായി നിന്നിട്ട് നമ്മൾ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് പോണത്. ഇതിൻ്റെ അടിയിലേക്ക് കണ്ടില്ലേ, വീടുകളും ഒക്കെ പോലെയാണ് ഇതിൻ്റെ താഴെ. അഡ്ജസ്റ്റ് ചെയ്ത് പോകാനെ എന്ത് ചെയ്യാൻ പറ്റും? വന്നു പോയില്ലേ, ജോലി ചെയ്യണ്ടേ? അന്യായം ഇറക്കും. In 400 meters, turn right onto Via Divisione Giulia. ഇവിടെ ഉണ്ട് ഒരു വളവ്, എയർപിൻ. ആ വളവും ഇറങ്ങണം ഇതേപോലെ. ഈ വീടുകളുടെ ഇടയിലേക്ക് ഇനി ഇറങ്ങാൻ പോണേ. വണ്ടികൾ കയറി വരണേക്ക്. അപ്പൊ ഇവിടെ ഇനി ഇറങ്ങി ഷാർപ്പ് turn right onto Via Divisione Giulia. Take the next sharp right. ഇതേപോലെ There's a speed camera ahead. മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനിടയിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. അവിടെ നിന്ന് പിന്നെ അധികം വണ്ടി വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ നിന്നൊരു വണ്ടി ഫ്രണ്ടിലോട്ട്. In 500 meters, turn left onto Viale G. Mazzini. ഇനി ഇവിടുത്തെ വീതി നോക്കിയാൽ നിങ്ങൾ. Prepare to turn left after 500 meters. GPS കിടന്ന് പറയുമ്പോൾ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയാണ് കാര്യങ്ങൾ. കണ്ടില്ലേ, ഇവിടെ ഭയങ്കര വീതി കുറഞ്ഞ റോഡുകളാണ്. വീടുകളുടെ ഇടയിലാണ്. ഇവിടെ അതേപോലെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. നമുക്കിപ്പോൾ അവിടെ നിന്ന്
ഒരു കോർഡിനേഷൻ തരുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല ഇത് ഏത് റോഡാണ്, എന്താണ്, എങ്ങനെയാണ് ഇവിടുത്തെ അവസരങ്ങൾ. ഇവിടെ 30 കിലോമീറ്റർ സ്പീഡാണ്. അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. 30 എന്നുള്ളത് ഒരു 40 ആയി കഴിഞ്ഞാൽ അപ്പോൾ കയച്ചു. അവിടെ ഇരിക്കുന്നുണ്ട് ഒരാൾ നോക്കിയിരിക്കുന്നു. ആൾക്കാരിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ റോഡിൽ കൂടെ ഒക്കെ ട്രെയിലർ വരുമോ? ആൾക്കാർ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. Take the second left. Turn left onto Viale G. Mazzini. ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് വേണം. Take the second left. വണ്ടികളൊന്നും പോയിട്ട് പോകാൻ നല്ലത്. വണ്ടികൾ മൊത്തം പോട്ടെ. വണ്ടികളൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടാണ് പോവുക. അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് വണ്ടികളുണ്ട്, എല്ലാവരും പോയി. അപ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. കണ്ടോ, ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നതിനാണ് അവരെല്ലാവരും നിർത്തി കൊടുത്തത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്നുള്ള വണ്ടി വരണമെങ്കിൽ അവർ അവിടെ നിർത്തി തരും കേട്ടോ. In 500 meters, turn left onto Via Guglielmo Marconi. അത്ര വീതിയുള്ളൂ. Prepare to bear left after 450 meters. വീടുകളുടെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോ സംഗതി നല്ല രസമുണ്ട് അതിൽ പോകാനായിട്ട്. ഒരു അഡ്വഞ്ചർ ട്രാവലർ എന്ന് പറയാം. അതേപോലെയാണ് ഇവിടുന്ന് ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ രസമാണ്. നമ്മള് നാട്ടില് ആദ്യമായിട്ട് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇറ്റലി. ഇതാണ് ഇറ്റലി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇനി ഇവിടുന്ന് ലെഫ്റ്റ് പോകണമെന്ന് പറഞ്ഞു. Turn left onto Via Guglielmo Marconi. After Then 100 turn right meters, onto bear Via left. Tolongo. Bear left. ലെഫ്റ്റ് വേണം. ഇവിടുന്ന് ലെഫ്റ്റ് വേണം. ഇവിടുന്ന് ലെഫ്റ്റ് നേരെ പോയിട്ട് ഇനി അടുത്ത റൈറ്റ് വേണം. നേരത്തെ ഞാൻ Prepare to വന്നപ്പോൾ keep left after 300 ഭയങ്കര meters. ഒരു വീടിൻ്റെ ഉൾവശത്ത് കൂടെ ഒക്കെ ഇറങ്ങി പോയിരുന്നു. അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള സ്ഥലത്ത് കൂടെ പോകുന്നു. ഇപ്പം ശരിയായ വഴി കാണിക്കുന്നുണ്ട്. After Turn right 100 onto Via meters, Di keep Longhi. left. Then turn right onto Via Di Longhi. After 50 meters, keep left. ഇപ്പം റൈറ്റ് കാണിക്കണേ, അവിടെ നിന്ന് ലെഫ്റ്റ് കാണിക്കണേ. ഇതിലുണ്ട് പോകാം എന്തായാലും. Turn right onto Via Di Longhi. Drive for 18 kilometers. Recalculating route. Take the next sharp left. ഇത്രയും തിരക്കുള്ള സ്ഥലമാണ്. ഇതിൽ പോയി നോക്കാം. ഇതിലേ പോകാനാണ് പറയുന്നത്. Continue on SB 350 for 5 kilometers. Recalculating route. Prepare to turn right after 650 meters. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നമുക്കിനി അടുത്ത ഇതേപോലത്തെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടുന്നതായിരിക്കും.
വണക്കം.